ഹലോ എവ്രി വൺ, വെൽക്കം ടു എക്കോ ബ്ലൂം ബൈ കിയാന. ഇന്ന് നമ്മൾ PSC ആയിക്കോട്ടെ SSC ആയിക്കോട്ടെ എല്ലാത്തിനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണ് അവിടത്തേക്ക് എത്തിപ്പെട്ടത് എന്ന് ഉള്ള കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം, ഹിസ്റ്ററി എന്ന് പറയുന്നത് ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാം ആണെങ്കിലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ്. അപ്പോൾ നമുക്ക് ചെറുതായിട്ട് തുടങ്ങാം. ഇന്ന് ഞാൻ കുറച്ച് പോർഷൻ മാത്രമേ എടുക്കുള്ളൂ, എല്ലാം ഒരുമിച്ച് എടുത്തിട്ട് കൂട്ടിക്കൊടുക്കുന്നില്ല. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു നോക്കിയാലും നിങ്ങൾക്ക് ഈ കൈൻഡ് ഓഫ് ഈ ടോപ്പിക്കിൻ്റെ അണ്ടറിലുള്ള ക്വസ്റ്റ്യൻസ് കാണാൻ കഴിയും. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. ഫസ്റ്റ് തന്നെ ഞാനൊരു ഔട്ട്ലൈൻ തരാം. 1773 മുതൽ 1947 വരെയാണ് നമ്മൾ ബ്രിട്ടീഷുകാരുടെ അണ്ടറിൽ നമ്മൾ ജീവിച്ചിരുന്ന കാലഘട്ടം എന്ന് പറയുന്നത്. അതിൽ തന്നെ 1773 മുതൽ 1858 വരെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആയിരുന്നു നമ്മൾ ഭരിച്ചുകൊണ്ടിരുന്നത്. അതായത് കമ്പനി റൂളാണ് ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നത്. ആൻഡ് ദെൻ 1858 മുതൽ 1947 വരെയാണ് ക്രൗൺ റൂള്. അതായത് യഥാർത്ഥത്തിൽ ബ്രിട്ടീഷിൻ്റെ രാജഭരണം ആ ഒരു സമയത്തായിരുന്നു. അതിനു മുന്നേ 1773 മുതൽ 1858 വരെ കമ്പനി റൂളും 1858 മുതൽ 1947 വരെ ക്രൗൺ റൂളും ആയിരുന്നു. അപ്പോൾ അതാണ് ഫസ്റ്റ് തിങ്. ആൻഡ് നമുക്ക് നോക്കാം, ഈ കമ്പനി റൂൾ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ നിലവിൽ വന്ന ആക്റ്റുകളാണ് റെഗുലേറ്റിംഗ് ആക്ട്, പിറ്റ്സ് ഇന്ത്യ ആക്ട്, ആക്ട് ഓഫ് 1786, പിന്നെ ഒരു 1, 2, 3, 4 ചാർട്ടർ ആക്ടും. ഓക്കെ, അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. സോ നമുക്കിത് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഓരോന്നോരോന്നായിട്ട് നോക്കുന്നതിന് മുന്നേ നമുക്കിതിൻ്റെ വർഷങ്ങൾ പഠിക്കാം. റെഗുലേറ്റിംഗ് ആക്ട് 1773 നിലവിൽ വന്നത്. റെഗുലേറ്റിംഗ് ആക്ട് 1773, പിറ്റ്സ് ഇന്ത്യ ആക്ട് 1784, ആക്ട് ഓഫ് 1786, പിന്നെ ചാർട്ടർ ആക്ട് ഇൻ 1793, 1813, 1833, 1853 ഇതുമാണുള്ളത്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. വർഷം വളരെ കൃത്യമായിട്ട് പഠിക്കാം. ഓക്കെ, പിന്നെ ക്രൗൺ റൂളിൻ്റെ അണ്ടറിൽ വന്നപ്പോൾ നമുക്കുണ്ടായിട്ടുള്ള റൂൾസാണ്. ഒന്ന്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഇൻ 1858, പിന്നെ 3 ഇന്ത്യൻ കൗൺസിൽ ആക്ട് ആണ് ഉണ്ടായിരുന്നത്. ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് 1861, ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് 1892, ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് 1909, പിന്നെയും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഇൻ 1919, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഇൻ 1935, പിന്നെ ഇന്ത്യൻ ഇൻഡിപെൻഡൻറ്റ് ആക്ട് ഇൻ 1947. ഇത്രയുമാണ് ക്രൗൺ റൂളിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആക്റ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു 14 ആക്റ്റുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇത് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773 പറ്റിയാണ്.